ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മെയ് 5 നമ്മുടെ വീട്ടിൽ എക്സ്-ആർമി ഗ്രൂപ്പിൻ്റെ കണ്ണൂർ കാസർഗോഡ് എക്സ്-ആർമി ഗ്രൂപ്പിൻ്റെ ഹോം മീറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസാണ്. എല്ലാം കൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പന്തലൊക്കെ തലേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴുള്ള നല്ല കാഴ്ചയാണ് കാണുന്നത്. നല്ല കാലാവസ്ഥയായിരുന്നു അന്ന്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. തലേന്ന് രണ്ട് ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചൂട് കുറച്ച് കുറവുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹോം മീറ്റ് നമ്മൾ 2 മാസം കൂടുമ്പോൾ എക്സ്-ആർമി ഗ്രൂപ്പ് പിന്നെ കണ്ണൂർ കാസർഗോഡ് ഓരോരാളെ വീട്ടിൽ വെച്ചിട്ട് ഹോം മീറ്റ് നടത്തും. അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്രാവശ്യം മെയ് 5 നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. രാവിലെ തലേന്നേ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഓർഡർ കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡിന് മറ്റേ ബുഫേ സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ വിളമ്പേണ്ട രീതിയിലുള്ള പാത്രങ്ങളൊക്കെ അവിടെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ നമ്മൾ 1 മാസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോയി വന്നതിന് ശേഷം ഒരു കല്യാണം ഉണ്ടായിരുന്നു, കണ്ടില്ലേ എല്ലാവരും വീഡിയോസ്. എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ വീടൊക്കെ നല്ല വൃത്തിയാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു, തിരക്കായിരുന്നു. വീട് ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ രാവിലെയാണ് പഴമൊക്കെ എടുത്തിട്ട് വലിയൊരു കൊലയെടുത്ത് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായി അങ്ങനെ വന്നു തുടങ്ങി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്തൊക്കെ ഞാൻ ഡ്രസ്സ് മാറുന്ന തിരക്കായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു ഏകദേശം എല്ലാം കൂടെ ഒരു 10-100 ആൾക്കാർ അങ്ങനെ. നമ്മൾ ഫാമിലീസ് എന്ന് പറയാൻ പിന്നെ എക്സ്-ആർമി ഫാമിലി എന്ന് പറയാൻ ഒരു 10-50 പേരെ ഉണ്ടായാലും, ബാക്കി നമ്മുടെ അടുത്ത വീട്ടിൽ എല്ലാവരും കുടുംബക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ മൈക്കും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആദ്യം പ്രാർത്ഥനയാണ്. അതാണ് ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങും. ഓക്കെ മോളെ അങ്ങോട്ട് നിന്നാണ്ട് കുറച്ച് इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, दूर अज्ञान के हो अंधेरे, तू हमें ज्ञान की रोशनी दे, हर बुराई से बचते रहें, जितनी भी दे बनी जिंदगी मेरे होना किसी का किसी से भावना मन, हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, हम सोचे हमें क्या मिला है, हम सोचे हमें क्या है अर्पण, उन खुशियों के बांटे सभी को, सबका जीवन ही बन जाए मधुबन, अपनी करुणा के जल को बहा के कर पावन हर एक मंत्र होना, हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, हम चले नेक रास्ते पे हमसे
മുമ്പിലോട്ട് നീങ്ങാം. പ്രത്യേകിച്ച് നമുക്ക് പറയാം, എപ്പോഴും പറയും, നിങ്ങൾ പട്ടാളക്കാരെ കാണുമ്പോൾ ഞങ്ങളെല്ലാം മറക്കും, ഞങ്ങളെല്ലാം ഒരു ഇതുണ്ടായിരുന്നു. നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് മോദൻ സാറിനെ തന്നെ വെക്കുന്നതാണ് നമ്മുടെ പറയണം. കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 1-4 പേരുണ്ട്. ഇനി തൊട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയില്ല, നമുക്ക് ഒരുമിച്ച് വട്ടത്തിൽ സംസാരിക്കാം. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ച കാരണമാണ് ഇന്ന് കൊല്ലത്ത് ഹോം മീറ്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ 2 പേരെ വിളിച്ച് പറഞ്ഞത് നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പോൾ അന്ന് മെയ് 5-ന് 2 പേരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അതായത് സുധികുമാർ സീമ ദമ്പതികളുടെയും പിന്നെ ദീപേഷ് അഖില ദമ്പതിമാരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ദീപേഷിൻ്റെ വൈഫ് ടീച്ചറാണ്. അപ്പോൾ അവൾ പിന്നെ സ്കൂളിൽ മാഷ് ഒരു കല്യാണം ഉണ്ടായിട്ട് പോയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ദീപേഷും അച്ഛനും അമ്മയും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി അച്ഛനും അമ്മേനെയും അവർ ക്ഷണിച്ച് അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ട് സുന്ദരികൾ ആയിരിക്കുന്നത്. ഇത് 2 സുന്ദരികൾ മേലെ. പിന്നെ ആരുടെ വീട്ടിൽ വെച്ചാണോ ഹോം മീറ്റ് നടത്തുന്നത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും വേദിയിൽ വെച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് തരുന്ന ക്ലിപ്പാണ് അത് കാണുന്നത്. പിന്നെ അതിനുശേഷം ചായ സ്നാക്സൊക്കെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിന്നെ അവരവരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഒരു 4 ഫാമിലി ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ക്ലെയിം വരും, അതുകൊണ്ട് പാട്ടൊന്നും ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ രാത്രി ആയപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മളൊന്നുകൂടെ ആഘോഷിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ദിഷ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് 2 പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്യു സാബും അങ്ങനെ ഒരു 3-4 ഫാമിലി പിന്നെ ഇവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ പിന്നെ ബീച്ചിലൊക്കെ പോയിട്ടാണ് അവർ തിരിച്ചു പോയത്.
അങ്ങനെ അടിപൊളിയായിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഴപ്പിലങ്ങാട് ബീച്ചിലൊക്കെ ഒന്ന് പോയി. പിന്നെ എല്ലാവരും അപ്പോൾ തന്നെ മാത്യു സാബ് തിരിച്ചു പോയിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആവേശ സിനിമ കാണാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.